ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? എങ്ങനെയുണ്ട് നിങ്ങളുടെ VFAയുടെ പഠനമൊക്കെ? നന്നായിട്ട് തന്നെ പോകുന്നില്ലേ? അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് എങ്ങനെയാണ് എത്രയും പെട്ടെന്ന്, അതായത് ചുരുങ്ങിയത് ഒരു 2 മാസം കൊണ്ട് തന്നെ നമ്മുടെ സിലബസ് ഫുള്ള് കവർ ചെയ്യാൻ പറ്റുന്നത് എന്നതിനെക്കുറിച്ച് പറയാനാണ് കേട്ടോ. കൂടാതെ സിലബസ് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു സിലബസ് എടുത്തിട്ടുണ്ട്. VFAയുടെ സിലബസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എല്ലാ സിലബസിനും വെച്ച് നോക്കുമ്പം ഒരു എക്സാമ്പിളായിട്ട് എടുത്തുവെന്നേ ഉള്ളൂ. അപ്പം ഇത് 10th ലെവലാണ്. ഡിഗ്രി പ്രിലിംസും ഡിഗ്രി മെയിൻസും ഒക്കെ വെച്ച് നോക്കുമ്പം മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ വ്യത്യാസം കാണും. അപ്പം ഒരു എക്സാമ്പിൾ എന്ന നിലയിൽ ഞാൻ ഇത് എടുത്തുവെന്നേ ഉള്ളൂ കേട്ടോ. ആദ്യം സിലബസിലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതിലെ ചരിത്രം 5 മാർക്ക്, ഭൂമിശാസ്ത്രം 5 മാർക്ക്, ധനതത്വശാസ്ത്രം 5 മാർക്ക്, ഇന്ത്യൻ ഭരണഘടന 5 മാർക്ക്, കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും 5 മാർക്ക്, അതുപോലെ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 6 മാർക്ക്, അത് 6 മാർക്കിനുണ്ട് കേട്ടോ. ഭൗതികശാസ്ത്രം 3 മാർക്ക്, രസതന്ത്രം 3 മാർക്ക്, കല, കായികം, സാഹിത്യം, സംസ്കാരം 5 മാർക്ക്. പൊതുവേ ഈ ഒരു മേഖല, അതായത് കല, കായികം, സാഹിത്യം, സംസ്കാരം, ഇത് ഏകദേശം കുറച്ച് പേർക്കെങ്കിലും ടഫായിട്ടുള്ള ഏരിയ ആയിരിക്കും എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് എന്താ പറയുക, ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു മേഖല കൂടിയാണിത്. അതിന് മാർക്ക് 5 ഉണ്ട് കേട്ടോ. പിന്നെ വരുന്നത് കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ 3 മാർക്ക്, സുപ്രധാന നിയമങ്ങൾ 5 മാർക്ക്. സിലബസിൽ തന്നെ ഏറ്റവും കൂടുതൽ മാർക്കുള്ളത് ആനുകാലിക വിഷയങ്ങൾക്കാണ്. 20 മാർക്കാണ് ആനുകാലിക വിഷയങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും 10 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്, പ്രാദേശിക ഭാഷ അതായത് മലയാളം 10 മാർക്ക്. ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാർക്ക് ഏറ്റവും കൂടുതലുള്ള വിഭാഗം എന്ന് പറയുന്നത് ആനുകാലിക വിഷയങ്ങൾ, ഗണിതം, ജനറൽ ഇംഗ്ലീഷ്, പ്രാദേശിക ഭാഷ ടോപ്പിക്കുകൾക്കാണ് കൂടുതൽ മാർക്ക് കൊടുത്തിരിക്കുന്നത്. ടോട്ടൽ 50 മാർക്കോളം അതിന് മുഴുവനായിട്ടും വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ അവസാനം പറയാം. ഏറ്റവും കൂടുതൽ നമുക്ക് പഠിക്കാനുള്ളത് മുന്നോട്ടുള്ള ഭാഗങ്ങളിൽ നിന്നാണ്. അതായത് ചരിത്രം, ഭൂമിശാസ്ത്രം, ധനതത്വശാസ്ത്രം, ഇന്ത്യൻ ഭരണഘടന, കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും, ജീവശാസ്ത്രം, ഭൗതികശാസ്ത്രം, രസതന്ത്രം, ഈ ഒരു മേഖലയിൽ നിന്ന് ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ആദ്യം പറയാം. ഇതിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ചരിത്രമാണല്ലോ. ചരിത്രത്തിൽ തന്നെ കേരള ചരിത്രമുണ്ട്, ഇന്ത്യൻ ചരിത്രമുണ്ട്, അതുപോലെ ലോക ചരിത്രമുണ്ട്. ഈ മൂന്നും, അതായത് കേരള ചരിത്രവും ഇന്ത്യ ചരിത്രവും ലോക ചരിത്രവും, ഇത് മൂന്നും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 5 മാർക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ പഠിക്കാനാണെങ്കിലോ ഒരുപാടുണ്ട് താനും. അതുപോലെ അടുത്തത് ഭൂമിശാസ്ത്രം. ഭൂമിശാസ്ത്രവും ഇതുപോലെ 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലേ? എന്തൊക്കെയാണ്? കേരള ഭൂമിശാസ്ത്രം, ഇന്ത്യൻ ഭൂമിശാസ്ത്രം, പിന്നെ വേൾഡ് ജിയോഗ്രഫി, അങ്ങനെ 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ മൂന്നിലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെ ഇത്രക്കധികം കാര്യങ്ങൾ പഠിച്ചാൽ നമുക്ക് ടോട്ടൽ കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് വെറും 5 മാർക്കാണ്. പക്ഷെ നിങ്ങൾ നോക്കിക്കേ, ധനതത്വശാസ്ത്രം എടുത്ത് നോക്കിയാലും 5 മാർക്കാണ്, ടോട്ടൽ 5 മാർക്കാണ് വരുന്നത്. അതിൽ പഠിക്കാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് പോയിന്റ്സ് മാത്രമേ ഉള്ളൂ അല്ലേ? ആ ഒരു ഏരിയ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 മാർക്ക് അങ്ങ് ഉറപ്പിക്കാൻ പറ്റുമല്ലോ. അതുപോലെ തന്നെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കാര്യം. ഇന്ത്യൻ ഭരണഘടന ഒരുപാട് പഠിക്കാനൊന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രമേ അതിലും പഠിക്കാനുള്ളൂ. ആ കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ 5 മാർക്ക് അതിൽ നിന്നും സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സിലബസിൽ ഏറ്റവും കൂടുതൽ മാർക്ക്, അതായത് ഞാൻ ആദ്യം പറഞ്ഞു ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, കറണ്ട് അഫയേഴ്സ്, അതിനെക്കുറിച്ചിട്ട് പിന്നീട് പറയാം. അല്ലാതെ തന്നെ നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ഉണ്ടാവുമല്ലോ, അത് ആദ്യം സെലക്ട് ചെയ്യാം. അതിൽ തന്നെ ഒരുപാട് പഠിക്കാനുള്ളത്, അതായത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ കേരളം, ഇന്ത്യ, ലോകം, ഇതിൻ്റെയൊക്കെ ചരിത്രം ഒരുപാട് പഠിക്കുന്നതിനേക്കാളും നല്ലത് ആദ്യമേ ഏത് പഠിക്കാമെന്ന് വെച്ചാൽ ഈ ധനതത്വശാസ്ത്രം, അതുപോലെ ഇന്ത്യൻ ഭരണഘടന, ഇതൊക്കെ കുറച്ച് പോയിന്റ്സ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അത് പക്ക പെർഫെക്റ്റ് ആക്കി വെക്കുക. അതായത് ധനതത്വശാസ്ത്രത്തിൽ പഠിക്കാനുള്ളത് പഞ്ചവത്സര പദ്ധതികൾ, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, കാർഷിക വിളകൾ, ധാതുക്കൾ, ഹരിത വിപ്ലവം. ഇത്രയും പോയിന്റ്സ് ആണല്ലോ എക്കണോമിക്സിൽ പഠിക്കാനുള്ളത്. അതിൽ തന്നെ PYQ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന മേഖല ഏതാണെന്നുള്ളത്. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും പഞ്ചവത്സര പദ്ധതികളും അതുപോലെ നീതി ആയോഗ്, നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ, ഹരിത വിപ്ലവം, ഈ ടോപ്പിക്കിൽ നിന്ന് എന്തായാലും ചോദ്യങ്ങൾ വരാറുണ്ട് അല്ലേ? അപ്പോൾ ആദ്യം നിങ്ങൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. പിന്നെയുള്ള ഭാഗം എന്ന് പറയുന്നതാണ് ധനകാര്യ സ്ഥാപനങ്ങൾ, കാർഷിക വിളകൾ, ധാതുക്കൾ, പ്ലാനിംഗ് കമ്മീഷൻ. പ്ലാനിംഗ് കമ്മീഷനിൽ നിന്ന് പിന്നെയും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ബാക്കിയുള്ള ഭാഗത്തു നിന്നും അധികം അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറില്ല. എന്തായാലും ഒട്ടും വരില്ല എന്ന് ഞാൻ പറയുന്നില്ല.
വരാറുണ്ട്. പക്ഷേങ്കിൽ ഞാനിപ്പം പറഞ്ഞ ആദ്യത്തേത്, അതായത് പഞ്ചവത്സര പദ്ധതികൾ, നീതി ആയോഗ്, നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ, ഹരിത വിപ്ലവം, ഇതിൽ നിന്നാണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പം ആ ഒരു ഭാഗം നിങ്ങൾ നല്ല പക്ക പെർഫെക്റ്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 മാർക്കും കിട്ടൂലേ. അത് പഠിക്കാനെടുക്കുന്ന സമയവും നിങ്ങൾ ഈ ചരിത്രം മുഴുവൻ, അതായത് കേരള ചരിത്രവും ഇന്ത്യ ചരിത്രവും ലോക ചരിത്രവും പഠിക്കാനെടുക്കുന്ന സമയം മുഴുവൻ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. ഏത് പഠിക്കാനാണ് നിങ്ങൾക്ക് കൂടുതൽ സമയം വേണ്ടത്? ചരിത്രഭാഗം പഠിക്കാനല്ലേ കൂടുതൽ സമയം വേണ്ടത്. എന്നാൽ സ്കോർ രണ്ടിനും ഈക്വലാണ്. 5-5 മാർക്ക് വെച്ചിട്ടാണ് കിട്ടുക. അപ്പം കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് എക്കണോമിക്സ് കംപ്ലീറ്റ് ചെയ്യാനാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ടോപ്പിക്ക് വെച്ചിട്ട്, അതായത് കുറച്ച് സമയം കൊണ്ട് പഠിച്ചിട്ട് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന മേഖല നോക്കിയിട്ട് ആദ്യം പഠിക്കുക. അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ ഭരണഘടനയുടെ കേസും. ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഒന്നും ഒഴിവാക്കേണ്ട ടോപ്പിക്കൊന്നുമില്ല, എല്ലാത്തിൽ നിന്നും ചോദ്യങ്ങൾ വരുന്നതാണ്. ഭരണഘടനാ നിർമ്മാണ സമിതി, ആമുഖം, പൗരത്വം, മൗലികാവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ, ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ, പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ. ഭരണഘടനാ ഭേദഗതികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് വലിച്ചുവാരി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് ഏതൊക്കെയാണ് എടുത്ത് പഠിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. പിന്നെ കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഭേദഗതികൾ ഉണ്ടെങ്കിൽ അതും ഒന്ന് നോക്കി വെക്കുക. പഞ്ചായത്ത് രാജ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ, അവയുടെ ചുമതലകളും, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, ഇതൊക്കെ മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് കാണാൻ പറ്റുന്നതാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ആദ്യമേ വായിച്ച് പഠിച്ച് സെറ്റാവുക. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഭാഗമാണ് സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്നത്. അതും 5 മാർക്കിനാണ്. അതിൽ പഠിക്കാനുള്ളത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ്, ലോ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് വൾണറബിൾ സെക്ഷൻസ്, പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡിംഗ് ഓഫ് വിമൻ, പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡ്സ് ഓഫ് ചിൽഡ്രൻ. ഇത്രയും കാര്യങ്ങളാണ് സുപ്രധാന നിയമങ്ങളിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അതും 5 മാർക്കിനാണല്ലോ ക്വസ്റ്റ്യൻ വരിക. അതും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, കൂടുതൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ്. പിന്നെ വരുന്നത് ലോ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് വൾണറബിൾ സെക്ഷനിൽ തന്നെ നാഷണൽ കമ്മീഷൻ ഫോർ SC/ST, കേരള സ്റ്റേറ്റ് SC/ST കമ്മീഷൻ, അതുപോലെ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് മൈനോറിറ്റി കമ്മീഷൻ, പിന്നെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, പിന്നെ പ്രൊട്ടക്ഷൻ ഓഫ് സീനിയർ സിറ്റിസൺ. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ഭാഗത്തുനിന്ന് കൂടുതലായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ആ ഭാഗം നന്നായിട്ട് പഠിക്കുക. പിന്നെ ഗാർഹിക പീഡന നിരോധന നിയമത്തെക്കുറിച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ കൂടുതലായിട്ട് ഇപ്പോൾ ചോദിക്കുന്നതാണ് പോക്സോ ആക്ടിനെ കുറിച്ചിട്ടും അല്ലേ. ഇതൊക്കെ നിങ്ങൾ PYQ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇങ്ങനെയുള്ള കേസിൽ നിന്നൊക്കെയാണ് കൂടുതലായിട്ടും ചോദ്യങ്ങൾ വരുന്നതെന്ന്. അപ്പോൾ ഇതിന് ടോട്ടൽ 5 മാർക്കാണ്. അപ്പം ഇത് നിങ്ങൾ പഠിക്കുന്നതും അതുപോലെ മുന്നേയുള്ള ഹിസ്റ്ററിയും ജിയോഗ്രഫിയും പഠിക്കുന്നതും വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിയേ, ഏത് പഠിക്കുന്നതാണ് ഏറ്റവും എളുപ്പം. അതായത് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നതല്ലേ. അതായത് ഏറ്റവും കൂടുതൽ മാർക്കുള്ളതും നമുക്ക് പഠിക്കാൻ കുറച്ചുള്ളതും ആയിട്ടുള്ള ടോപ്പിക്ക് ആദ്യം നിങ്ങൾ സെലക്ട് ചെയ്ത് പഠിക്കുക. ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഭാഗമാണ് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും. അതും വരുന്നത് 5 മാർക്കിനാണ്. അപ്പോൾ ആ ടോപ്പിക്കും ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ എന്താ പറയുക, മാർക്ക് വെച്ച് നോക്കിയിട്ട് പഠിക്കുക. പിന്നെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് 6 മാർക്കിനുള്ള നമ്മുടെ ബയോളജിയാണ് അല്ലേ. ബയോളജിയിൽ വരുന്നത് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്തത, രോഗങ്ങളും സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. ഇത്രയും ടോപ്പിക്കാണ് ജീവശാസ്ത്രത്തിൽ നിന്ന് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ബയോളജി നിങ്ങൾ SCERT ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ തന്നെ ഏകദേശം ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. കൂടാതെ PYQ നോക്കുക. ഇപ്പം എക്സ്ട്രാ പോയിൻറ്റ്സ് പഠിക്കാൻ പറ്റുമെങ്കിൽ അതും പഠിക്കുക. എന്നാൽ തന്നെ ഏകദേശം ഒരു 6 മാർക്ക് കിട്ടേണ്ട രീതിയിൽ പഠിച്ച് കഴിയും നിങ്ങൾ. ഓക്കെ. പിന്നെ 5 മാർക്ക് വരുന്ന ഒരു ടോപ്പിക്കാണ് കലാ, കായികം, സാഹിത്യം, സംസ്കാരം എന്നീ മേഖലയിൽ നിന്ന് അല്ലേ. ഈ കലയൊക്കെ മുന്നേ ഉള്ളത്, അതായത് മുന്നേയുള്ള നോട്ട്സൊക്കെ ഉണ്ടെങ്കിൽ, റാങ്ക് ഫയലിലുള്ള നോട്ട്സ് ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് പഠിക്കുക. കായികം, സാഹിത്യം ഇതിൽ നിന്നൊക്കെ കൂടുതലും ചോദ്യങ്ങൾ വരുന്നത് കറണ്ട് അഫേഴ്സ് തന്നെ ആയിരിക്കും. അപൂർവമായിട്ട് മാത്രമേ PYQ എന്നൊക്കെ ചോദിക്കുകയുള്ളൂ. അപ്പോൾ കറണ്ട് അഫേഴ്സിന് കൂടുതൽ പ്രാധാന്യം, അതായത് കറണ്ട് അഫേഴ്സ് നമ്മൾ പഠിക്കുമ്പം ഈ കായികം, സാഹിത്യം ഈ ഒരു മേഖലയിൽ നിന്ന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കുക. അത് കറണ്ട് അഫേഴ്സിൻ്റെ ഭാഗത്തും വരാം, അല്ലാതെ ഈ പറയുന്ന ഈ ടോപ്പിക്കിലും ഉൾപ്പെടാം. കല, കായികം, സാഹിത്യം, സംസ്കാരം ഈ ഒരു ടോപ്പിക്കിലും അത് ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ. അപ്പം അങ്ങനെയുള്ള മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ട് പഠിക്കുക. കായികത്തിൽ തന്നെ നമ്മൾ ആ ഒരു സിലബസ് എടുത്ത് നോക്കുമ്പം എടുത്ത് പറയുന്നുണ്ട് ഒളിമ്പിക്സ്, അതുപോലെ ഏഷ്യൻ ഗെയിംസ്, ആഫ്രോ ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, വേദികൾ, രാജ്യങ്ങൾ, ഇങ്ങനെയുള്ള ടോപ്പിക്കിനാണ് കൂടുതൽ പ്രാധാന്യം തന്നിട്ടുള്ളത്. അപ്പം ഏകദേശം PYQ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഈ ഒരു ഏരിയ തന്നെയല്ലേ. അതായത് വേദികൾ ചോദിക്കാറുണ്ട്, ഏഷ്യൻ ഗെയിംസ്, ഒളിമ്പിക്സ്, കോമൺവെൽത്ത് ഗെയിംസ്, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ തന്നെയല്ലേ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും നോക്കിയിട്ട് പഠിക്കുക.
അല്ലാതെ വലിച്ചു വാരി പഠിക്കാൻ വേണ്ടി പാടില്ല. പിന്നെ വരുന്ന 2 ടോപ്പിക്കാണ് ഭൗതികശാസ്ത്രവും രസതന്ത്രവും. ഇതിന് 3 മാർക്ക് വെച്ചിട്ടാണുള്ളത്. ഭൗതികശാസ്ത്രത്തിന് കുറച്ചധികം പഠിക്കാനുണ്ട്. സബ് ടോപ്പിക്കായിട്ട് എന്തൊക്കെ വരുന്നുണ്ട്? ചലനം, പ്രകാശം, ശബ്ദം, ബലം, ഗുരുത്വാകർഷണം, താപം, പ്രവൃത്തി, ഊർജം, പവർ. ഇത്രയും കാര്യങ്ങളാണ് ഭൗതികശാസ്ത്രത്തിൽ വരുന്നത്. അപ്പം ഈ പറയുന്ന ടോപ്പിക്ക് മുഴുവൻ നമുക്ക് SCERT ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാൽ ഈ ടോപ്പിക്ക് മുഴുവൻ അതിലും കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ആദ്യം ഈ SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഈ ഒരു ടോപ്പിക്ക് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് അതിലില്ലാത്ത കാര്യങ്ങൾ സിലബസിൽ എന്തൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത് അത് എക്സ്ട്രാ പോയിൻറ്റും കൂടി എടുത്തിട്ട് പഠിക്കുക. ഓക്കെ. അടുത്തത് രസതന്ത്രമാണ്. രസതന്ത്രം ഒരുപാടൊന്നും പഠിക്കാനില്ല. ആറ്റം, മൂലകങ്ങൾ, ലോഹങ്ങൾ. ഇതും ഞാൻ നേരത്തെ ഭൗതികശാസ്ത്രത്തിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ SCERT തന്നെ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുന്നതായിരിക്കും നല്ലത്. അതിൽ ഇല്ലാത്ത പോയിൻ്റ്, അതായത് സിലബസിൽ പറഞ്ഞിരിക്കുന്നതും SCERTയിൽ ഇല്ലാത്തതുമായിട്ടുള്ള പോയിൻറ്റ്സ് നിങ്ങൾ റാങ്ക് ഫയൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ് കണ്ടിട്ടോ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. എന്നിട്ട് അതും അങ്ങനെ കവർ ചെയ്യാം. IT വരുന്നതും 3 മാർക്കിനല്ലേ. അപ്പോൾ അതും ഏകദേശം എന്താ പറയുക, നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ വെച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. SCERTയും NCERTയും ടെക്സ്റ്റ് ബുക്കൊക്കെ വെച്ച് പഠിക്കുക. അതിലില്ലാത്ത പോയിൻറ്സും റാങ്ക് ഫയൽ വെച്ചിട്ട് നോക്കിയിട്ട് പഠിക്കുക. പിന്നെ വരുന്നതാണ് നമ്മുടെ ചരിത്രത്തിലേക്കും ഭൂമിശാസ്ത്രത്തിലോട്ടും പിന്നീടാണ് കിടക്കേണ്ടത്. കാരണം ഞാനിത് ഏറ്റവും അവസാനം പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, അതായത് GK പഠിക്കുന്നതിൽ വെച്ചിട്ട് ഏറ്റവും അവസാനം ഞാൻ ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഇത് ഒരുപാട് പഠിച്ചാലേ നമുക്ക് ടോട്ടൽ 5 10 മാർക്ക് കിട്ടുള്ളൂ. അതേസമയം ബാക്കിയുള്ള ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് കുറച്ചേ പഠിക്കാനുള്ളൂ, മാക്സിമം സ്കോർ ചെയ്യാനും വേണ്ടി പറ്റുന്നതാണ്. അതുകൊണ്ടാണ് ആദ്യം അങ്ങനെയുള്ള ടോപ്പിക്ക് വെച്ചിട്ട് നോക്കിയിട്ട് പഠിക്കണം എന്ന് പറഞ്ഞത്. ചരിത്രത്തിൽ തന്നെ കേരള ചരിത്രം എന്നെല്ലാം പറയുമ്പം യൂറോപ്യന്മാരുടെ വരവ്, യൂറോപ്യന്മാരുടെ സംഭാവന, അതുപോലെ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ത്യയുടെ കേസിലാണെങ്കിലും 1ാം സ്വാതന്ത്ര്യ സമരം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ലോകത്തിൻ്റെ കേസിലാണെങ്കിൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഇതൊക്കെ ഒരുപാട് പഠിക്കാനുള്ള ടോപ്പിക്കാണ്. അപ്പോൾ GK പഠിക്കുന്നതിൽ ഏറ്റവും അവസാനത്തേക്ക് മാറ്റി വെക്കേണ്ടത് ഏതാണെന്ന് വെച്ചാൽ ചരിത്രവും അതുപോലെ തന്നെ ഭൂമിശാസ്ത്രമാണ്. പിന്നെ എനിക്ക് ഏറ്റവും അവസാനം പറയാനുള്ളതെന്ന് ഞാൻ പറഞ്ഞു വെച്ചത് എന്താ പറയുക, കറണ്ട് അഫേഴ്സ്, ജനറൽ ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, ഈ കാര്യങ്ങളാണല്ലേ. അതിൽ തന്നെ കറണ്ട് അഫേഴ്സിൻ്റെ കേസ് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ദിവസവും പഠിക്കുമല്ലോ. അപ്പോൾ ദിവസവും പഠിക്കുമ്പം ഒരു 10 ക്വസ്റ്റ്യൻ വെച്ചിട്ട് നിങ്ങൾ കറണ്ട് അഫേഴ്സ് നോക്കി പോവാം. അത് ഡെയിലി നോക്കണമെന്ന് പറയാനുള്ള കാരണം ആ മാർക്ക് അത്രത്തോളം ഉണ്ട്. 20 മാർക്കോളം ചോദിക്കുന്നുണ്ട് കറണ്ട് അഫയേഴ്സിൽ നിന്ന്. അതുകൊണ്ട് ഡെയിലി അത് നോക്കി പോവുക. എക്സാമിനോട് അടുത്ത ദിവസങ്ങളിൽ റിവിഷനും ചെയ്യുക. അപ്പോൾ അതും അങ്ങ് സെറ്റാവും. പിന്നെ മാത്സിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും കേസ് പറയുകയാണെങ്കിൽ ആ 3 ടോപ്പിക്കും ദിവസേന മറ്റുള്ള GK ടോപ്പിക്ക് പഠിക്കുന്നതോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ 3 ടോപ്പിക്കും കൂടി കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതായത് ഓരോ ടോപ്പിക്ക് വെച്ചിട്ട് കവർ ചെയ്താൽ മതി. എന്നിട്ട് അതിൻ്റെ PYQ എങ്ങനെയാണെന്ന് അതും ഒന്ന് നോക്കുക. ഏകദേശം ചോദിക്കുന്നത് PYQ തന്നെയാണ്. ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും കൂടുതൽ ക്വസ്റ്റ്യൻസും വരുന്നത് PYQ തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ നോക്കുക. എന്ന് വെച്ചാൽ എല്ലാ ദിവസവും നോക്കേണ്ട കാര്യങ്ങൾ ഈ കറണ്ട് അഫേഴ്സ്, ജനറൽ ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, ഈ പറയുന്ന 4 ടോപ്പിക്കുകളും നിങ്ങൾ ദിവസേന നോക്കേണ്ട ടോപ്പിക്കുകളാണ്. കാരണം അത്രക്കധികം മാർക്കുണ്ട്. അതുകൊണ്ട് ഒരു ദിവസം പോലും സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ പഠിക്കുന്ന ദിവസം ഏതൊക്കെയാണോ ആ ദിവസങ്ങളിലൊക്കെ ഈ പറയുന്ന ടോപ്പിക്കുകളും നിങ്ങൾ നന്നായിട്ട് നോക്കണം. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു എക്സാമിൻ്റെ സിലബസ് ആദ്യം പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക. അതിനുശേഷം പഠിക്കാൻ തുടങ്ങുക. ഓക്കെ. ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ ആദ്യം മനസ്സിൽ ഒരൊറ്റ ലക്ഷ്യം ഉണ്ടാകണം. അതായത് ഇത്ര ദിവസം കൊണ്ട് ഞാൻ സിലബസ് കംപ്ലീറ്റ് ചെയ്തിരിക്കും, അങ്ങനെ ഒരു ലക്ഷ്യമായിട്ട് മുന്നോട്ട് പോവുക. അപ്പം അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർത്തുകൊണ്ട് നിൽക്കണം. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ ദിവസം ഇന്നിങ്ങനെ പോട്ടെ, നാളെ അങ്ങനെ പോട്ടെ, അങ്ങനെ വെച്ചിട്ട് ഒഴിവാക്കി വിടരുത്. അങ്ങനെയാകുമ്പം ഈ 2 മാസം കൊണ്ടൊന്നും കംപ്ലീറ്റ് ആവില്ല. കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാവണം. എന്നിട്ട് പഠിക്കാൻ തുടങ്ങാം. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഇതുപോലുള്ള വീഡിയോസ് ഞാൻ പ്ലേലിസ്റ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ അത് കണ്ടു നോക്കണം കേട്ടോ. വീണ്ടും ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വരാവേ. ഓക്കെ, ബൈ.